ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബോട്ടണി റെക്കോർഡിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ബോട്ടണി റെക്കോർഡിനെ കുറിച്ചിട്ട് കുറച്ച് നാൾ മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനാണെങ്കിൽ ഏകദേശം 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ തോന്നുന്നു റെക്കോർഡ് ബുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ വന്നിട്ടുള്ള ഒരു 3-4 കമൻസ് ആണ്, ഇതെങ്ങനെ എഴുതുന്നതെന്ന് അറിയാമോ, ഇത് എഴുതി തുടങ്ങിയോ, ഇത് എവിടെ ഞങ്ങളുടെ സ്കൂളിൽ കിട്ടിയില്ലല്ലോ, അങ്ങനെ കുറേ പേര് എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ അന്നേരം തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ബോട്ടണിയുടെ റെക്കോർഡ് ഞങ്ങളുടെ എഴുതാൻ പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ബോട്ടണിയുടെ റെക്കോർഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ടീച്ചർ ഒരു PDF അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ബോട്ടണിയുടെ ഈ വർഷത്തെ മാനുവലാണെന്ന് പറഞ്ഞാണ് അയച്ചു തന്നത്. അതിൽ ഇൻഡെക്സ് ഉണ്ട്, പിന്നെ ഇത്ര പോർഷൻസിലുള്ളത് വരെ എഴുതണം, ഇൻഡെക്സിൽ കറക്റ്റായിട്ടുള്ളത് എങ്ങനെ എഴുതണം, ഇത്ര പോർഷൻസ് വരെ എഴുതാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെയാണോ പറയുന്നത് എന്നുള്ളത് എനിക്ക് കൺഫേം അല്ല. അപ്പോൾ അങ്ങനെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ചാനൽ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ പറയാമെന്നുണ്ടെങ്കിൽ ബോട്ടണിയുടെ റെക്കോർഡിൽ ഞാനാണെങ്കിൽ ഇൻഡെക്സ് ഏകദേശം കുറച്ചൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇൻഡെക്സ്. പക്ഷേ ഞാൻ എഴുതി വന്നപ്പോൾ നോക്കിയപ്പോൾ 4 ഇൻഡെക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 4 ഇൻഡെക്സ് ഉള്ളപ്പം കുറച്ച് സ്പേസ് വിട്ട് എഴുതാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ ടീച്ചറിനോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ് സ്പേസ് വിട്ട് തന്നെ എഴുതാൻ മതിയാണ്. പിന്നെ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എഴുതുമ്പോൾ പെൻസിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെൻസിൽ വെച്ചിട്ട് തന്നെ എല്ലാവരും എഴുതാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുതി വരുമ്പോൾ അതായത് വലത്തെ സൈഡിൽ നമുക്ക് ഏത് പടമാണോ വരയ്ക്കാനുള്ള ആ ഒരു പടവും, ഇടത്തെ സൈഡിൽ നമ്മൾ വരച്ച പടത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സുമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആ ഒരു രീതിക്കാണ് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് വ്യത്യാസമുള്ള ഭാഗങ്ങളുണ്ട്, അത് ഞാൻ പറയാം. വേണ്ടേ, ഈ ഒരു കാണുന്നുണ്ടോ എന്നറിയില്ല, ഇതുപോലൊരു മാനുവലായിരുന്നു എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻഡെക്സിൽ നമുക്ക് ക്ലാസ് 11 ബോട്ടണി പ്രാക്ടിക്കൽസ്, മൈറ്റോസിസ്, പ്രോഫേസ്, മെറ്റാഫേസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ +2 പിന്നെ പ്രാക്ടിക്കൽസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അങ്ങനെ മൊത്തം 4 ഇൻഡെക്സ് പേജ് ഉള്ളതിൽ 2 കറക്റ്റായിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു PDF വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിസിയോളജി, നമ്മുടെ ഫിസിയോളജി എന്ന് പറയുന്നത് ഒരു ലൈൻ വരുന്നൊരു സെറ്റ് ഓഫ് പേപ്പറാണ് ഈ നമ്മുടെ ബോട്ടണിയുടെ പ്രാക്ടിക്കലുള്ളത്. അത് നമ്മളിപ്പോൾ തൽക്കാലം എഴുതേണ്ട, അത് സ്കൂളിൽ വന്നിട്ട് ടീച്ചർ പറഞ്ഞിട്ട് എഴുതാൻ മതിയാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്കോളജി എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. എക്കോളജി എന്ന് പറയുന്ന പാട്ടിലെ പടങ്ങൾ വരയ്ക്കേണ്ടെന്ന് പറഞ്ഞു. എക്കോളജി എഴുതേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തിപ്പം എക്കോളജി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടേ, എക്കോളജി എന്ന് പറഞ്ഞതിലൊരു സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. അതിനകത്ത് എക്കോളജി എന്ന് പറയുമ്പോൾ ഒരു സെക്ഷൻ ഉണ്ട്, ഈ ഒരു സെക്ഷൻ എക്കോളജി. ഈ ഒരു എക്കോളജി എന്ന് പറയുന്ന സെക്ഷനിൽ തൽക്കാലം നമ്മൾ എഴുതേണ്ട എക്കോളജിയും, അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് ഫിസിയോളജിയും വരും. എക്കോളജി, ബയോടെക്നോളജി, ഫിസിയോളജി, എക്സ്പെരിമെൻറ്റ്സ്, ഇത്രയും സംഭവങ്ങൾ വരുന്നുണ്ട്. അത്രയും നമ്മൾ എഴുതേണ്ടതാണ് ടീച്ചർ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്കോളജിയിൽ കുറച്ച് പ്രിൻ്റ് ഔട്ട് വെട്ടിയെടുത്ത് ഒട്ടിക്കാനുള്ളതാണ്. പിന്നെ ഫിസിയോളജിയിൽ ലൈൻ ഇട്ട പേപ്പറിലാണ് നമ്മൾ എഴുതുന്നത്. അതൊക്കെ ടീച്ചർ പറഞ്ഞിട്ട് എഴുതാൻ മതിയാണ് പറഞ്ഞത്. പക്ഷേ അതിന് മുന്നേ വരെയുള്ള ടാക്സോണമി വരെ എന്താണ് വരച്ച് ഫിഗേഴ്സ് എല്ലാം കറക്റ്റായിട്ട് വരച്ച് എഴുതി ആ ഒരു ഇൻഡെക്സിൻ്റെ ഓർഡറിൽ തന്നെ എഴുതിക്കൊണ്ട് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ആ ഒരു രീതിക്ക് എഴുതാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള പടങ്ങളൊക്കെ ആ ഒരു രീതിക്ക് കറക്റ്റായിട്ട് നമ്മൾ വരച്ചിട്ടാൽ മതി. അപ്പോൾ ഞാനിതിൽ പറഞ്ഞ ആ ഒരു രീതിക്ക് തന്നെയാണ് ഇതിൽ കിടക്കുന്നുള്ളത്. അങ്ങനെ നോക്കുമ്പം മനസ്സിലാവുന്നുണ്ടായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വലത്തെ സൈഡിൽ പടവും ഇടത്തെ സൈഡിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും ആ ഒരു രീതിക്കാണ് ഇതിനകത്ത് കിടക്കുന്നുള്ളത്. അപ്പം ആ രീതിക്ക് നമ്മൾ എഴുതിയാൽ മതിയായിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് എഴുതി കംപ്ലീറ്റ് ആകുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ചാനൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എഴുതുന്നതിൻ്റെ രീതിയെക്കുറിച്ചും സ്കൂളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ പേജ് നമ്പർ ഉണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഓർഡറിൽ തന്നെ പേജ് നമ്പർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇൻഡെക്സ് എഴുതുന്ന അതേ ഓർഡറിൽ തന്നെ പടവും വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ ഹെഡിങ്ങും ഇൻഡെക്സും എല്ലാ കാര്യങ്ങളും നമ്മൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെ എഴുതണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെൻസിൽ തന്നെ എല്ലാവരും ഉപയോഗിക്കുക, പെയിനൊന്നും യൂസ് ചെയ്യരുത്. പിന്നെ അത്രയൊക്കെ കാര്യങ്ങളെ മെയിനായിട്ട് ബോട്ടണിയിൽ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പോൾ ബോട്ടണിയുടെ മാത്രമേ അയച്ചു തന്നിട്ട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളോട് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂൺ ഫസ്റ്റ് വീക്ക് തന്നെ സബ്മിറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ നിങ്ങളോട് എങ്ങനെ പറഞ്ഞിരിക്കുന്നത് അറിയത്തില്ല. അപ്പം എല്ലാവരും ഇതുവരെ ബോട്ടണിയുടെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുവാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബോട്ടണിയുടെ റെക്കോർഡിനെ കുറിച്ച് പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടുകൾ കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ടും കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ വരുമ്പോൾ അതിലെല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.